ഒരു ലീഡർ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സ്ഥാപനങ്ങളുടെ മേധാവിയോ ബിസിനസ്സുകാരോ ഒക്കെയാണ്. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളെല്ലാവരും ഒരു ലീഡറിൻ്റെ റോളിലൂടെ നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ലീഡേഴ്സിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിച്ചു പോകുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഒരു ലീഡറിന് അദ്ദേഹം പറയുന്ന ആശയങ്ങൾ വളരെ വ്യക്തമായി കൂടെയുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്വന്തം നിലപാട് മാത്രമാണ് ശരി എന്നതിനപ്പുറം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ നന്മയുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ, അത് അക്സെപ്റ്റ് ചെയ്യാൻ, ആ ഒരു രീതിയിൽ നല്ലൊരു ആശയവിനിമയം നടത്താനൊക്കെ ഉള്ളൊരു കഴിവുണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരോട് എമ്പതി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും കാണുമ്പോൾ ആ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ നല്ലൊരു നേതാവിന് കഴിയണം എന്നുള്ളതാണ്. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലും നല്ല ബോൾഡായിട്ട് ഡിസിഷൻസ്, ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ എല്ലായ്പ്പോഴും അത് വിജയത്തിൽ എത്തണമെന്നില്ല. പരാജയങ്ങൾ സംഭവിച്ചാലും അല്ലെങ്കിൽ തെറ്റുകൾ പറ്റിയാലും ആ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാതിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട കാര്യമാണ്, എപ്പോഴും തൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ നിലപാടുകൾ മാത്രമാണ് ശരി എന്നല്ലാതെ കൂടെ നിൽക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും, അതിന് നല്ല നിലപാടുകളാണെങ്കിൽ, നല്ല കാര്യങ്ങളാണെങ്കിൽ അതിനെ അനുഭാവപൂർവ്വം പരിഗണിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കാണിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഏത് സാഹചര്യങ്ങളിലായാലും വളരെ ധൈര്യത്തോടെ അല്ലെങ്കിൽ വളരെ കാര്യങ്ങളിലൊക്കെ നല്ല പ്രതിരോധ ശേഷിയോടെ അല്ലെങ്കിൽ നല്ല ആർജവത്തോടെ വളരെ സമഗ്രമായിട്ട് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അത് ചെയ്യാനുള്ള ഒരു അവബോധം വേണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.